ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷഹീറ സമീർ. അപ്പോൾ നമ്മുടെ പുതിയ ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാനൊരു ചെറിയ വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് ചെറിയ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസുമായിട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായിട്ട് ഡിലേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് വൺ നമ്മൾ കാണിക്കാൻ പോകുന്നത് മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ ഓൺ ഷോപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ റേറ്റ് കുറച്ച് ഇനി മുതൽ അങ്ങോട്ട് മെറ്റീരിയൽസ് നമുക്ക് തരാൻ പറ്റും കേട്ടോ. റെൻറ്റും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ നമ്മളിപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പുതിയ ഷോപ്പ് പണിത കാര്യങ്ങളും മറ്റുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി റേറ്റ് കുറച്ചിട്ട് മൊഡാൽ സിൽക്കിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാൻ പരമാവധി റേറ്റ് കുറച്ച് 399 മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമ്മുടെ മൊഡാൽ സിൽക്കിൽ 3 ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓരോ ഡിസൈനിലും കളർ ചേഞ്ചുകൾ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ ഞാനൊരു പ്രിന്റ് കാണിക്കാം, എന്നിട്ട് അതിൻ്റെ കളർ ചേഞ്ചുകൾ ഏതൊക്കെയാണ് വന്നേക്കണമെന്ന് പറയാം കേട്ടോ. ഒരെണ്ണം ഞാനിവിടെ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡാൽ സിൽക്കിൻ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 44 ഇഞ്ചാണ്. മീറ്റർ പ്രൈസ് ആണ് ഞാൻ പറഞ്ഞത് 399 ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് ഇട്ടാണ് സാധാരണയായിട്ട് ഈ ഒരു ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാറ്. ലൈനിങ് ഇട്ടില്ല എന്ന് വെച്ച് നിഴലടിക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. അതേ കൈ കാണിച്ചു തരാം, വെച്ചിട്ട് ഒട്ടും നിഴലടിക്കുന്നില്ല. പക്ഷേ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയായിട്ട് വളരെ ചേർന്ന് കിടക്കുന്ന ലൈസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈനിങ് ഇട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ പ്രിൻ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു അജ്രക് ഫാബ്രിക്കിലൊക്കെ വരുന്ന പ്രിൻ്റ് പോലെയാണ്. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ കുറച്ച് സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇപ്പം നല്ല ഡിമാൻഡായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ഈ മൊഡാൽ സിൽക്ക് എന്ന് പറയുന്നത്. നല്ലൊരു റെഡ് ഷെയ്ഡ്, അതായത് നല്ല ഭയങ്കര ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന റെഡ് അല്ല, നല്ലൊരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. അതിൽ പ്രിൻ്റ് കണ്ടോ, നല്ലൊരു ബ്ലാക്കും ബ്ലൂ ഒക്കെ ചേർന്നിട്ട് അതുപോലെ തന്നെ ലൈറ്റ് ക്രീമും ഒക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളർ ഷെയ്ഡുകളൊന്ന് അതിന് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നമ്മുടെ ഇങ്ക് ബ്ലൂ എന്നൊക്കെ പറയില്ല, അതുമായിട്ടൊരു സാമ്യമുള്ള കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രിൻ്റൊക്കെ സെയിം തന്നെ കണ്ടോ, നല്ലൊരു പ്രിൻ്റാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബ്ലാക്ക് ഷെയ്ഡിൽ കണ്ടോ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഗോൾഡൻ കലർന്ന ഒരു റെയർ ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ കളർ ശരിക്കും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത്, നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. അപ്പോൾ പിന്നെ അടുത്തത് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടതിൽ നിന്ന് കുറച്ചൊരു ഡിഫറൻസ് ഉള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇനി അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നതും നല്ലൊരു റെയർ ആയിട്ടുള്ള നല്ലൊരു കളറാണ്. നല്ല ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് ഷെയ്ഡില്ലേ, ചോക്ലേറ്റിൻ്റെയൊക്കെ കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡിലാണ് ഈ ഒരു പ്രിൻ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ആദ്യത്തെ ഒരു പ്രിൻറ്റിൽ വരുന്ന കളർ ചേഞ്ചുകൾ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് മനസ്സിലായല്ലോ, 399 ഉള്ളൂ, 44 ഇഞ്ച് വിട്ട്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡിസൈൻ കാണാം. നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കണ്ടോ, നല്ലൊരു വെറൈറ്റി ആയുള്ള ഡിസൈനാണ് കേട്ടോ. നല്ലൊരു ഷേപ്പൊക്കെ നോക്കിയേ. ഇത് ബ്ലാക്ക് ഷെയ്ഡിൽ ബ്ലൂവും അതുപോലെ തന്നെ മെറൂണും ഒക്കെ ചേർന്നിട്ട് വരുന്ന നല്ലൊരു സൂപ്പർ പ്രിൻ്റ്. അപ്പോൾ ഇതും നല്ലൊരു മൊഡാൽ സിൽക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഗ്ലേസിങ് നമുക്ക് എടുത്തറിയാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല പ്രിൻ്റാണല്ലേ. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള അജ്രക് പ്രിൻ്റൊക്കെ തന്നെയാണ് ഈ ഒരു ഫാബ്രിക്കിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു സൂപ്പർ പ്രിൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് ഒന്ന് കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോയും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീനും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ്. അതിലിങ്ങനെ ബോർഡർ പോലെ ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വൺ കാണാം. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻറ്റിൽ നല്ലൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത്. റെഡ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു മെറൂൺ കൂടിയ ഒരു റെഡ് ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത കളർ കാണാം. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്ലൂ ഷെയ്ഡ്, ഇങ്ക് ബ്ലൂ കലർന്ന ഒരു ബ്ലൂ എന്ന് പറഞ്ഞില്ലേ, അത് കുറച്ചൊരു ആഷ് കലർന്ന ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ആ ഒരു കളറാണ് വന്നിട്ടുള്ളത്. ഇതിൽ കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ബ്ലാക്കും മെറൂണും ഒക്കെ ഷെയ്ഡാണ്. നല്ലൊരു ഭംഗിയല്ലേ ഈ ഒരു ഷെയ്ഡിലൊക്കെ വരുമ്പോൾ, നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനാണ്. നല്ലൊരു ഗ്രീൻ എന്ന് പറയുമ്പോൾ ബോട്ടിൽ ഗ്രീനും അല്ല, നമ്മുടെ ചെറുപയർ വെച്ചല്ല, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു റെയർ കളറിലുള്ള ഒരു ഗ്രീനാണ് കേട്ടോ. ഇതിലും സെയിം തന്നെ ബ്ലാക്കും മെറൂണും ഒക്കെ കലർന്നിട്ട് നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രിന്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പ്രിന്റിലേക്ക് പോകാം. നെക്സ്റ്റ് പ്രിന്റ് എന്ന് പറയുന്നത് ദേ ഇതുപോലെ നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ. ഫുള്ളി സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം കാണിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് കൂടിയ ഒരു കളർ എന്ന് പറഞ്ഞത് ആ ഒരു ഷെയ്ഡൊക്കെയാണ് കേട്ടോ ഇതിലും വന്നിട്ടുള്ളത്. അതും ഒരു ഗോൾഡൻ്റെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ പ്രിന്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ മൊഡാൽ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫാബ്രിക് ആണ്. പ്രൈസ് വരുന്നത് വെറും 399 ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ഏതൊക്കെ കളർ ഷെയ്ഡുകളാണ് വന്നിട്ടുള്ളത് നോക്കാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെഡ് ഷെയ്ഡാണ്. റെഡിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബ്ലാക്കും ഒരു ഡാർക്ക് ആയിട്ടുള്ള ആഷ് കളറും ഒക്കെ വന്നിട്ട് നല്ലൊരു കോമ്പിനേഷനിലാണ് കേട്ടോ. അപ്പോൾ ഈ കളർ തന്നെയാണ് നേരത്തെ വേറെ ഷെയ്ഡിലും വേറെ പ്രിന്റിലും നമ്മൾ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ ഏതാന്ന് നോക്കാം. നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നമുക്കൊക്കെ ഇഷ്ടമുള്ള ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്കിൽ നല്ലൊരു മെറൂണിഷും അതായത് ആഷും കൂടെ കലർന്നിട്ടുള്ള ഒരു പ്രിന്റുകളായപ്പോൾ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ. ഈ ഗ്ലേസിങ്ങും കൂടെ ചിലപ്പോൾ ക്യാമറയിൽ ചിലപ്പോൾ ഗ്ലേസിങ് നിങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല. ഈ ഒരു മെറ്റീരിയലിന് നമ്മൾക്ക് അജ്രക്ക് പോലെയല്ല, ചെറിയൊരു ഗ്ലേസിങ് ആയിട്ടുള്ള ഫാബ്രിക് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് കളർ കാണാം. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ആഷെന്നോ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡാണ്. അതിൽ കോമ്പിനേഷനായിട്ട് ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ പോലെ തോന്നുന്ന ഒരു ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല ഡോട്ടായിട്ട് വൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ബ്ലാക്കിൽ. അപ്പം നല്ലൊരു കോമ്പിനേഷനാണ് ഇതും വന്നിട്ടുള്ളത്. ഇനി 2 കളറും കൂടെ കാണാനുണ്ട്, അതൊന്ന് വേഗം കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു കോഫി ബ്രൗണും അതുപോലെ തന്നെ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്കും നമുക്കൊരു ചെറിയൊരു പീച്ച് ഷെയ്ഡും അതുപോലെ തന്നെ ക്രീമിൻ്റെ ഡാർക്ക് ഷെയ്ഡും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ ഇതും നേരത്തെ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ്. നെക്സ്റ്റ് കളർ കാണാം. അപ്പോൾ ലാസ്റ്റ് വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ്. ബ്ലൂ എന്ന് പറയുമ്പോൾ ഒരു ആഷിൻ്റെ ഡാർക്ക് ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇതിൽ കോമ്പിനേഷൻ വന്നിട്ടിരിക്കുന്നത് ഒരു ബ്രിക്ക് ഷെയ്ഡും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡും വൈറ്റും ഒക്കെ ചേർന്നിട്ട് നല്ലൊരു പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. നേരത്തെ കണ്ട സെയിം പ്രിന്റ് തന്നെയാണ്. അപ്പോൾ ബ്ലൂവിൽ വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് സാരി ആക്കാനും അതുപോലെ തന്നെ ഷോളായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്ന ഫാബ്രിക്കാണ് ഈ മൊഡാൽ സിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സാരിയൊക്കെ ആക്കിയാലും നമുക്ക് ഉടുത്തൊന്നും അറിയില്ല കേട്ടോ. വളരെ നൈസായിട്ടുള്ള ഫാബ്രിക്കാണ്, എന്നാൽ നിഴലടി പൊട്ടുമില്ലാത്ത ഫാബ്രിക്കുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മനസ്സിലായാലും 399 ഉള്ളൂ. വിടുത്ത് വരുന്നത് 44 ഇഞ്ച് വിടുത്താണ്. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അതനുസരിച്ച് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ തരുവാണെങ്കിൽ നമ്മൾ നേരെ DTDC വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ GPay ഓർ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. അപ്പോൾ ഇത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെയാണ് ചെയ്തു വരുന്നത്. എന്നാലും ഒന്ന് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. ഓക്കെ, ബൈ.